അനിയനെ പറ്റി സംസാരിക്കാം. വലിയൊരു ഫാൻ ബോയ് പരിപാടി നമുക്ക് സിനിമയിൽ ത്രൂ ഔട്ട് കാണാറുണ്ട്. അതിൽ പുറത്തോട്ടുള്ള എല്ലാ മെറ്റീരിയലിനകത്തും അല്ലെ അങ്ങനത്തെ ഒരാൾക്ക് ഇപ്പം നമ്മളെടുക്കാത്ത റോളൊന്നും ഇല്ല ബായ് എന്നുള്ള ഡയലോഗ് അങ്ങനെ ഒരു ഫാൻ സെലിബ്രേഷൻ ഒരു പ്രോസസ് അവിടെ നടക്കുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ ഇതിൻ്റെ ചില തിയേറ്ററിൽ ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ പൊട്ടിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ചില രസകരമായിട്ടുള്ള ഡയലോഗ്സ് ഫാൻസ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച മാത്രം തന്നെ മൊമെൻറ്റ്സ് ഉണ്ട്. അനിയൻ വലിയൊരു മമ്മൂക്ക ആരാധകനായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഫാൻ ബോയ് പരിപാടി ഇതിൽ വന്നിട്ടുണ്ടോ നന്നായിട്ട്? ഉണ്ട്. ഇതിൽ ഒരു പ്യുവർലി ബസൂക്ക ഒരു മമ്മൂക്ക ട്രീറ്റാണ് പടം, പ്യുവർലി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അധികം തള്ളി മറിക്കുന്നില്ല, ഭയങ്കര എക്സ്പെക്റ്റേഷൻ കൊടുക്കുന്ന ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കുന്നില്ല. കാര്യം ചിലപ്പോൾ നമ്മളിപ്പോൾ ഈ 5 പേര് 6 പേര് റൂമിലുള്ള ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ആയിരിക്കും. ഇപ്പം എനിക്ക് വർക്കായ സാധനം നിങ്ങൾക്ക് വർക്കാണോന്നില്ല. അപ്പോൾ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്നൊരു ഒരു മീഡിയയാണ്. അപ്പോൾ ഇതൊരു മമ്മൂക്ക ആരാധകർക്കുള്ള ഒരു ട്രീറ്റും പിന്നെ മമ്മൂക്കക്ക് പറ്റിയൊരു സബ്ജക്റ്റുമാണ് ഈ പടത്തിൽ കാണിച്ചേക്കുന്നത്. മമ്മിക്ക് പറ്റിയ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ അറിയാലേ, ഈ ട്രെയിലറും ടീസറും കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ ഒരു സ്റ്റൈലിഷ് സംഭവം അതിലുണ്ട് ത്രൂ ഔട്ട്. ഈ കോസ്റ്റ്യൂംസിലേക്ക് പോയിട്ടുള്ള ഡീറ്റെയിലിംഗ് എടുത്ത് പറയണമെന്ന് തോന്നുന്നു. ഇപ്പം സ്യൂട്ടിൽ വരുന്നതായാലും ശരി, അല്ലെങ്കിൽ ഈ എംബ്രോയിഡറി വർക്ക്സ് ഉള്ള ഒരു ഫുള്ള് ജാക്കറ്റ് ഇട്ടിട്ടൊക്കെ ചിന്തിക്കുമ്പോഴൊക്കെ നമുക്ക് ഇരിക്കുന്നതൊക്കെ ഒരുപാട് ഡീറ്റെയിൽസ്, ഒരുപാട് ചിന്തയും പോയിട്ടുണ്ട് ആ ഡ്രസ്സുകളിലേക്ക്, പിന്നെ ലുക്സിനായാലും ശരി. അപ്പം അത് എത്രത്തോളം അദ്ദേഹം ആലോചിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എവിടുന്ന റെഫറൻസ് ഒക്കെ എടുത്തിരുന്നത്? കോസ്റ്റ്യൂംസ് എനിക്ക് തോന്നുന്നു ഡീനോ ഒന്നിലും എനിക്കറിയില്ല, ഇൻവോൾവ് ആയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. കോസ്റ്റ്യൂംസ് പ്യൂർലി മമ്മൂക്ക സെലക്ട് ചെയ്യണം. മമ്മൂക്കയുടെ പടത്തിൽ മമ്മൂക്ക ഇന്ന ഒരു ഐഡിയ ഉണ്ടാവില്ല ഈ പടത്തിൻ്റെ ഒരു ജേണി, പടത്തിൻ്റെ ജേണി ഇൻ ദ സെൻസ് ഓരോ സീൻസിലും എങ്ങനെയാണെന്നുള്ളത്. അപ്പം അത് വെച്ചിട്ടാണ് പുള്ളി കോസ്റ്റ്യൂം സെലക്ട് ചെയ്യുന്നത്. ഈ ജാക്കറ്റ്സ് ഒക്കെ വരുന്നതൊക്കെ അതെല്ലാം മമ്മൂക്കയുടെ സെലക്ഷനാണ്. മമ്മൂക്ക കറക്റ്റ് ജോർജ് ചേട്ടൻ്റെ അടുത്ത് മമ്മൂക്കയുടെ അഭിജിത്താന്ന് തോന്നുന്നു. അപ്പോൾ അഭിജിത്തിൻ്റെ അടുത്ത് പറഞ്ഞ് അതനുസരിച്ചാണ് ആ കോസ്റ്റ്യൂംസ് എല്ലാം സെലക്ട് ചെയ്യുന്നത്. അതിലെനിക്ക് തോന്നുന്നില്ല ഡയറക്ടർ സൈഡ് എന്ന് പറയുമ്പോൾ പെർട്ടിക്കുലർ ഒരു പടത്തിന് ഇന്ന കോസ്റ്റ്യൂംസ് ആ ഒരു കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് ഡയറക്ടറിന് പറയാം. പക്ഷേ ബസൂക്കയിൽ എനിക്ക് തോന്നുന്നു ആ കോസ്റ്റ്യൂംസ് മൊത്തം മമ്മൂക്കയുടെ ഒരു സെലക്ഷനാണ് മൊത്തം. ഇപ്പം GBM ആയിട്ട് ഒരു ജേണിയും കൂടി ഇതിനകത്ത് നടന്നിട്ടുണ്ടല്ലോ. അപ്പം അദ്ദേഹം നമ്മളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള വിധം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം അദ്ദേഹത്തിൻ്റെ സിനിമയിൽ വിമണ്ണെ പോർട്രേ ചെയ്യുന്നതായാലും പോലീസ്മെൻ്റെ ഒരു അതർ സൈഡ് പറഞ്ഞിട്ടുള്ളതായാലും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു GBM മൊമെൻ്റ് ഏതാ? അപ്പം കുറേ ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ, അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഡയലോഗ്. അപ്പം എനിക്കിപ്പോൾ ഈ എന്നെ എന്തായാലും മെല്ലിസമാണ് ഒരു കോട് കന്തപ്പക്കം പോയിട്ടാണ് നല്ലവൻ, എന്തപ്പക്കം പോയിട്ടാണ് കെട്ടവൻ എന്നുകൊണ്ടൊരു മോണലോഗ് പോലെ പറയും അജിത്ത്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ബ്രോക്ക് എങ്ങനെ പേഴ്സണലി തോന്നിയിട്ടില്ല ഏതാ? പേഴ്സണലി എനിക്ക് കാക്ക ഈ പറഞ്ഞ പോലെ അമ്പുച്ചെൽവം എന്ന് പറഞ്ഞ ഒരു എൻ്റെ മനസ്സിലൊരു പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആ ലുക്കും ആ ആറ്റിറ്റ്യൂഡും എല്ലാം അമ്പുച്ചെൽവത്തിൻ്റെ ഒരു ഇതാണ് എൻ്റെ മനസ്സിൽ കൂടി പോകുന്ന ഫസ്റ്റ് ഒരു പോലീസ്. ഇപ്പോൾ സുരേഷ് ഏട്ടനാണ് മലയാളത്തിലെ പോലീസ് ഓഫീസർ റോള് ചെയ്തതിൻ്റെ ഒരു ഐക്കോണിക് ക്യാരക്ടേഴ്സ് ചെയ്തേക്കുന്ന ഒരു ആക്ടറാണെങ്കിൽ പോലും ഒരു മനസ്സിൽ ആദ്യം ഒരു പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പുച്ചെൽവം ആ ഒരു സംഭവം. അത് ഗൗതം സാറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുമുണ്ട് ഈ പടത്തിൽ അഭിനയിക്കുന്ന സമയത്ത്. അപ്പോൾ ഗൗതം സാർ പറഞ്ഞിട്ടുണ്ട് 1 മാസം മുന്നേ വർക്ക്ഷോപ്പ് ഉണ്ടായി, ആ സ്ക്രിപ്റ്റ് മൊത്തം സൂര്യനെ പറഞ്ഞ് കേൾപ്പിച്ച് സൂര്യനെ ഈവൻ ആറ്റിറ്റ്യൂഡും ആ ഡയലോഗ് ഡെലിവറി പോലും സൂര്യനെ പറഞ്ഞ് പഠിപ്പിച്ചാണ് ആ പടം ചെയ്തത്. പക്ഷെ അത് ഞാൻ പറയുകയും ചെയ്ത് അത് കാരണം സൂര്യ ക്ലിക്കായെന്ന് പറഞ്ഞു. കാര്യം എന്ന് വെച്ചാൽ ഗൗതം സാറാണ് സൂര്യയുടെ ആറ്റിറ്റ്യൂഡ്, ആ നടപ്പും ആ കണ്ണിൻ്റെ നോട്ടം, അതെല്ലാം ഗൗതം സാർ അങ്ങനെയാണ് റിയൽ ലൈഫിൽ പുള്ളി പെരുമാറുന്നത്. പുള്ളിയുടെ ആ കണ്ണിൻ്റെ ആ ലുക്ക്, ഷാർപ്നെസ്, പിന്നെ ആറ്റിറ്റ്യൂഡ്, ഇരുത്തത്തിലും പിന്നെ നടത്തത്തിലെല്ലാം പുള്ളിയുടെ നാച്ചുറലി ഒരു സ്വാഗുള്ള മനുഷ്യനാ. അല്ല അതാണ് അത് പുള്ളി സൂര്യനെ കാണിച്ചു കൊടുത്തു ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. സൂര്യ ക്ലിക്കായി. ഇപ്പോൾ ഏകദേശം 8 വർഷമായിട്ട് ഇത് മേക്കിങ്ങിലാണ്. കുറേ എന്താ പറയുക ഷൂട്ടിംഗ് ഡേയ്സ് പോയിട്ടുണ്ട്. ഈ സമയത്തൊക്കെ തന്നെ ഡീനു എത്രമാത്രം ഇതിൻ്റെ ഒരു ബ്രദർ എത്രമാത്രം ഇതിൻ്റെ ഒരു വിഷനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് പ്ലേസ് ആവേണ്ടത്, ഇങ്ങനെയാണ് ഇത് റിലീസ് ആവേണ്ടത്, അതിനെ പറ്റിയൊക്കെ ക്ലിയർ ആയിരുന്നു? ആളൊരു ഒന്ന് ഡിഫറെൻ്റ് ആയ അല്ലെങ്കിൽ ഒന്ന് വിഷമാട്ടത്തിലൊക്കെ പോയ സന്ദർഭങ്ങളുണ്ടോ? ഫുൾ ടൈം കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു അനിയനെയാണോ കണ്ടിട്ടുള്ളത്?
അങ്ങനെ ഇതിപ്പോ ഡിലേ ആയതിന്റെ കുറച്ച് സ്വാഭാവികമായിട്ടും നമ്മളെല്ലാരും മനുഷ്യരല്ലേ, നമുക്ക് ആ ഒരു ഡെസ്പറേറ്റ് മോഡിലേക്ക് പോകും. പിന്നെ ഈ സബ്ജക്റ്റ് കുറെ നാളായിട്ട് പുള്ളിയുടെ മനസ്സിലുള്ളതിന്റെ പേരിൽ ആ സബ്ജക്റ്റിനുള്ള കോൺഫിഡൻസ് പുള്ളിക്ക് അപ്പോഴും ഉണ്ടായിരുന്നു, ഈ ഒരു സബ്ജക്റ്റ്. പിന്നെ ഇതുപോലെ തന്നെ ഇത്രയും ടൈം പിടിച്ച് ഇപ്പൊ നമ്മൾ ആർട്ടിസ്റ്റുകളുടെ ഡേറ്റുകൾ, ഇപ്പൊ ഗൗതം സാറ് ലിയോയിൽ അഭിനയിക്കുന്ന സമയത്തായിരുന്നു ഫസ്റ്റ് സ്കെഡ്യൂൾ നമ്മളുടെ ബസൂക്കയിൽ അഭിനയിച്ചത്. അപ്പൊ അങ്ങനെ പുള്ളി ഡേറ്റ് എന്നാന്ന് വെച്ചാൽ ഒരാഴ്ച തന്നിട്ട് പിന്നെ പുള്ളി ഒരു മാസം കഴിഞ്ഞിട്ട് അടുത്ത 5 ദിവസം തരത്തുള്ളൂ. പുള്ളിക്കെന്ന് വെച്ചാൽ അവിടെ വേറെ കുറെ പരിപാടികളുണ്ട്, പുള്ളിക്ക് അവിടെ കമ്മിറ്റ്മെന്റ് ഉണ്ട്. പുള്ളി വേറെ 2-3 പടങ്ങളിൽ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, പുള്ളി സംവിധാനം ചെയ്യുന്നുണ്ട്. പുള്ളി അതിന്റെ ഇടയ്ക്ക് വേറൊരു പടം ചെയ്തെന്ന് തോന്നുന്നു, ഒരു ആക്ഷൻ പടം. അപ്പൊ ആ പടം അതിന്റെ ഇടയിൽ പുള്ളി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കൊക്കെ എനിക്ക് തോന്നുന്നു ആ സമയത്തായിരുന്നു, ബസൂക്കയുടെ സമയത്തായിരുന്നു. അപ്പൊ അങ്ങനെ ടൈം വന്നപ്പോഴാണ് ഈ ഒരു ഡിലേ വന്നത്. ഇപ്പൊ ഗെയിം ത്രില്ലർ എന്നുള്ളൊരു ഒരു എലമെന്റ് കൂടി ഇതിനകത്ത് വരുന്നുണ്ടല്ലോ. അപ്പം ഇപ്പൊ ന്യൂ പോലീസ് സ്റ്റോറി ഒക്കെ ഉണ്ട് ജാക്കി ചാൻ്റെ. അപ്പൊ അതിനകത്തൊക്കെ ഈ വില്ലന്മാര് അവരുടെ ചുറ്റുമുള്ള ലോകത്തെ ഒരു ഗെയിമായി കാണുന്ന പരിപാടിയാണല്ലോ. ഇപ്പൊ വലിമയിലൊക്കെ ഉണ്ട് അങ്ങനത്തെ ഉള്ള എലമെന്റ്സ്. പക്ഷെ ബസൂക്ക അതൊന്നും അല്ല ചെയ്യാൻ പോകുന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് ബ്ലഡ് ഷെഡ് തീരെ ഇല്ലാതെ ഹൈ മൊമെന്റ്സ് ഉണ്ടാക്കുന്ന ഒരു രീതി, അത് ഓഡിയൻസിന് എത്രമാത്രം അപ്പീൽ ആവുന്ന ഒരു കാഴ്ചക്കാരൻ എന്നുള്ള രീതിയിൽ ബ്രോന് തോന്നിയിട്ടുള്ളത്? അത് ശരിക്കും ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമായിരിക്കും. കാര്യം അതിന്റെ മേക്കിംഗ് ആണെങ്കിലും മറ്റേ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഭയങ്കര സൂപ്പറായിട്ടുണ്ട്. സയ്യിദ് അബ്ബാസ് ആണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നല്ല വേറെ ലെവലിൽ പോയിട്ടുണ്ട് സാധനം. ഒരു ഹോളിവുഡ് സ്റ്റൈലിലാണ് സാധനം പോയേക്കുന്നത്. അപ്പോൾ എന്തായാലും നാളെ കണ്ട് ഇപ്പം ഞാനധികം എന്ത് പറഞ്ഞാലും ഇനിയിപ്പോൾ ഏകദേശം 12 മണിക്കൂർ ഇല്ല. ഒരു ഭയമുണ്ടോ ഇതൊരു റീ എൻട്രി ആണ്, മൊത്തം കുടുംബം തന്നെ ലോഞ്ച് ആവുന്ന പോലത്തെ അവസ്ഥയാണ്, അനിയനും ഒപ്പം ലോഞ്ച്? ഭയം എന്ന് പറഞ്ഞാൽ ടെൻഷനുണ്ട്. ടെൻഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ടെൻഷൻ എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഇങ്ങനെ ലോ ആവും. പക്ഷെ ഞാൻ പിന്നെ ഇങ്ങനെ ചിന്തിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോ ആയിട്ടും ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം, ഈ വരുന്നത് അത് എന്തായാലും സംഭവിക്കും. ഇപ്പൊ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഇപ്പൊ എന്റെ പെർഫോമൻസ് നന്നായില്ല, അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ച പോലെ വന്നില്ല, അപ്പൊ അത് പ്രേക്ഷകരാണ് അത് കണ്ട് വിലയിരുത്തേണ്ടത് എല്ലാ കാര്യങ്ങളും. അപ്പൊ അതിപ്പോ പ്രേക്ഷകന് ഇപ്പൊ അത് വർക്കായില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് നമ്മുടെ വിധി. ഇപ്പൊ ഞാൻ എന്റെ ക്യാരക്ടർ വർക്കായില്ല അല്ലെങ്കിൽ പടം വർക്കായില്ല, അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഓക്കെ, മനുഷ്യന്റെ ലൈഫ് അങ്ങനെയാണല്ലോ. ഇതല്ലെങ്കിൽ നമുക്ക് റെഡി ആക്കണം, അല്ലെങ്കിൽ അടുത്ത നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യണം. അപ്പൊ ഇതൊക്കെ എല്ലാം നമുക്കൊരു ലേണിങ്സ് ആണ് ഇതൊക്കെ. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. പിന്നെ പടം വർക്കായി അടിപൊളിയായാലും അത്രയും സന്തോഷം.